നമ്മളൊന്ന് അഡീനിയം ചെടി ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഗ്രാഫ്റ്റിങ് താല്പര്യമുള്ളവരെല്ലാവരും ഓടി വായോ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നമ്മൾ അതിനായിട്ട് മേടിച്ചേക്കണത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കേട്ടോ. 20 രൂപയുള്ള ഒരു ഇത്രയുള്ള ഒരു ബോട്ടിലിന്. നമ്മളത് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിരിക്കണേ. അപ്പൊ അതിന് ഇത് ഗ്രാഫ്റ്റ് ചെയ്യണേക്ക് മുമ്പ് നമ്മുടെ കൈയും അതിനുപയോഗിക്കണ കത്തി നമ്മൾ ആദ്യം തന്നെ അണുവിമുക്തമാക്കണം കേട്ടോ. അപ്പൊ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ചെടിയാണോ നമ്മൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയണേ. നമ്മൾ ഏത് ചെടിയുടെ കമ്പാണോ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സയോൺ എന്ന് പറയണേ. അപ്പൊ നമ്മള് സാധാ ഒരു സിംഗിൾ പെറ്റൽ ചെടിയുമാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണേ. റൂട്ട് സ്റ്റോക്കാണ് എടുത്തേക്കുന്നത് സിംഗിൾ പെറ്റലാണ്. അതുപോലെ തന്നെ സയോൺ നമ്മൾ വൈറ്റ് മൾട്ടി പെറ്റലിന്റെ ഒരു റൂട്ട്സ് മറ്റേ സയോണാണ് കേട്ടോ ഉപയോഗിക്കണേ. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് ഒരു 3 നോഡിൽ വെച്ച് നമ്മളത് കട്ട് ചെയ്തെടുക്കാണ്. കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ റൂട്ട് സ്റ്റോക്കുമ്പോൾ വെച്ചിട്ട് നമുക്ക് ടേപ്പ് നമ്മൾ ഓൺലൈനിലാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എന്ന് പറഞ്ഞാൽ മതി. ആ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് അമർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ടൈറ്റായിട്ട് നിൽക്കും. ടൈറ്റായിട്ട് നിന്നതിന് ശേഷം നമ്മളത് ചുറ്റി അപ്പൊ ഈ ടേപ്പ് വലിഞ്ഞു കിട്ടും കേട്ടോ ചുറ്റുമേ. അപ്പൊ നമ്മളങ്ങനെ ടേപ്പ് വലിച്ച് പിടിച്ച് നമ്മൾ പതക്കെ ചുറ്റി ടൈറ്റായിട്ട് ചുറ്റി എടുക്കാൻ കേട്ടോ. ചുറ്റി എടുത്തായിട്ട് നമ്മൾ കെട്ടി വെക്കണം. ഒരു 10 ദിവസം കഴിയുമ്പോഴേക്ക് നമ്മൾക്ക് അറിയാൻ പറ്റും ഇതിന്മേ മുകുളങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളൊരു വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പ്ലാസ്റ്റിക് കവർ ഇട്ട് നമ്മൾ കവർ ചെയ്ത് കെട്ടണം. അത് നമ്മൾ ആ ടേപ്പിനൊന്ന് വലിച്ചെടുത്തേ നമുക്ക് ചുറ്റി കെട്ടാവുന്നതുള്ളൂ കേട്ടോ. അതിന് വേറെ റബ്ബർ ബാൻഡോ വേറെ വള്ളിയൊന്നും എടുക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് നമുക്ക് ചുറ്റി കെട്ടാൻ പറ്റും കേട്ടോ. എനിക്ക് കുറെ ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിപ്പോ ഞാൻ മുമ്പ് ചെയ്ത ഒരു അഡീനിയാണ് കേട്ടോ, സക്സസ് ആയി. അതുകൊണ്ടാണ് വീണ്ടും ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിക്ക് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സക്സസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ കാണിക്കണത്. എനിക്ക് ഒത്തിരി ചെടികൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്മേയൊക്കെ നമുക്ക് സീഡ് വന്ന് നിൽക്കാം കേട്ടോ. അപ്പൊ ആ സീഡ് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന്മേയൊക്കെ ചെയ്യും. ഇപ്പൊ ഞാൻ ഒരു 3 എണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ആർക്കും എത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ്, നമ്മൾ ചെയ്താൽ പിടിക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നുമില്ല. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, സക്സസ് ആവുകയും ചെയ്യും. നമ്മള് അല്പ ശ്രദ്ധ കൊടുത്താൽ മതി കേട്ടോ. അല്പ ശ്രദ്ധയും ഇച്ചിരി സമയവും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നല്ല ഭംഗിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഭംഗിയായിട്ട് ഇത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ബുദ്ധിമുട്ട് ഒന്നും വിചാരിക്കേണ്ട. ചെയ്ത് നോക്കുക. നമ്മുടെ ഒരു ചെടി സാധാരണ ഒരു ചെടി എടുത്ത് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ.